അഴിമതി കേസിൽ തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു പി.സി. ഘോഷ് കമ്മീഷന് മുന്നിൽ ഹാജരായി. കലേശ്വരം ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് ചന്ദ്രശേഖർ റാവു ഹാജരായത്. കെ.സി.ആറിനെ ചോദ്യം ചെയ്യുന്നതിനെതിരെ ബി.ആർ.എസ് വൻ പ്രതിഷേധമാണ് ഹൈദരാബാദിൽ സംഘടിപ്പിച്ചത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, 70,000 കോടിയിൽ പരം രൂപയുടെ ക്രമക്കേടാണ് ഈ പദ്ധതിയുമായി കാലേശ്വരം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ഇതിലാണ് കെ.സി.ആറിനെ ചോദ്യം ചെയ്യുന്നത്. വിവരങ്ങൾ നിലിമ, കെ.സി.ആർ ഈ തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ കലേശ്വർ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും പിന്നീട് അത് പൂർത്തിയാകുന്നതും. ഈ ഘട്ടത്തിൽ വ്യാപകമായ ക്രമക്കേട്, 70,000 കോടിയുടെ ക്രമക്കേട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നത് വലിയ ആരോപണത്തിന് വിധേയമാക്കപ്പെട്ടൊരു സംഭവമാണ്. അത് പ്രധാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ ബി.ജെ.പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ അടങ്ങുന്ന ഭാരത് രാഷ്ട്ര സമിതി ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ടികളും ഈ അഴിമതി ഒരു യാഥാർത്ഥ്യമാണ് എന്ന നിലപാടാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പി.സി. ജോഷി കമ്മീഷൻ, ഏകാംഗ കമ്മീഷനാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ മുൻ മുഖ്യമന്ത്രി കൂടിയായ കെ.സി.ആർ ഇന്ന് ഈ കമ്മീഷന് മുമ്പിൽ ഹാജരാകുകയും ചോദ്യം ചെയ്യലിന് വിധേയമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കെ ചന്ദ്രശേഖർ റാവുവിനെ ചോദ്യം ചെയ്യുന്നതിനോടനുബന്ധിച്ച് ഇന്ന് വലിയ പ്രകടനം തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദിൽ ഈ ബി.ആർ.എസിന്റെ പാർട്ടി ആസ്ഥാനത്ത് നിന്നും ഈ ചോദ്യം ചെയ്യുന്ന സ്ഥലത്തേക്ക് വലിയ പ്രകടനം നടന്നിരുന്നു. ഈ പ്രകടനമായി എത്തിയാണ് ഇപ്പോൾ കെ ചന്ദ്രശേഖർ റാവു ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്.